നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം കാത്തിരുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് തീയതിയായിരിക്കുന്നു. 7 ഘട്ടമായി നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ കേരളം വിധിയെഴുതും. ഏപ്രിൽ 26-നാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. അതായത് കേരളം ബൂത്തിലെത്താൻ ഇനി 41 നാൾ. ഏപ്രിൽ 4 വരെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാം. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. Co-sponsored by Durashine Roof and Wall Sheets और Tata Blue Scope Steel उत्पन्नम। फेज 1 में 21 राज्य पोलिंग में जाएंगे और फेज 2 में उसमें से और राज्य जुड़ जाएंगे। കേരളം, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി, ഗോവ, ഗുജറാത്ത് അടക്കമുള്ള 22 സംസ്ഥാനങ്ങൾ ഒറ്റഘട്ടമായി വിധിയെഴുതും. കർണാടക, രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ എന്നിവിടങ്ങളിൽ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. ഛത്തീസ്ഗഡ്, അസം എന്നീ സംസ്ഥാനങ്ങൾ 3 ഘട്ടങ്ങളിലായി ബൂത്തിലെത്തും. ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും. ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 5 ഘട്ടങ്ങളിലായും ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടങ്ങളിലായും വിധിയെഴുത്ത് പൂർത്തിയാകും. 4th फेज में 18 अप्रैल को गजट नोटिफिकेशन होगा और डेट ऑफ पोलिंग वुड बी 13th of May. Date of counting in the entire country would be 4th of June for all by-elections, for the assembly elections, for the parliamentary elections. ആകെ 96.8 കോടി വോട്ടർമാരാണ് രാജ്യത്തിന്റെ ഭാഗതയെ നിശ്ചയിക്കാൻ ഇതുവരെ അർഹത നേടിയിട്ടുള്ളത്. ഇതിൽ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീകളും 48,000 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടുന്നു. 20-നും 29 വയസ്സിനുമിടയിലുള്ള 19.47 കോടി വോട്ടർമാരാണ് രാജ്യത്തുള്ളത്. കന്നി വോട്ടർമാരുടെ എണ്ണം 1.8 കോടി. 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകാൻ ചുമതല നിർവഹിക്കും. 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. ലോകത്തിലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയിരിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ എല്ലാ ആവേശവും നിങ്ങളിലേക്ക് അതേപടി എത്തിക്കുന്നതിനു വേണ്ടി 24 എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടന്ന ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് കുമാറിനൊപ്പം ആർ രാധാകൃഷ്ണൻ, 24. ഏപ്രിൽ 26-ന് കേരളം വിധിയെഴുതാൻ പോകുന്നു. ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 20 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായിട്ടാണ് നടക്കുന്നത്. ജൂൺ 4-ന് ഫലപ്രഖ്യാപനം വരും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി മുന്നണികൾ, സ്ഥാനാർത്ഥികൾ പ്രചാരണം കൂടുതൽ ശക്തമാക്കി. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടത്തിലാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. 20 ലോക്സഭാ മണ്ഡലങ്ങളും ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലെത്തും. ഫലപ്രഖ്യാപനം മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ 4-ന്. മാർച്ച് 28-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഏപ്രിൽ 4-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. ഏപ്രിൽ 5-ന് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. 2019-ൽ 3ാം ഘട്ടമായ ഏപ്രിൽ 23-നായിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണികളും പ്രചാരണം ശക്തമാക്കി. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ വേണ്ട തോതിൽ മുഴങ്ങിയില്ല എന്നതാണ്. ഇടതുമുന്നണിയും BJPയും തമ്മിലാണ് മത്സരമെന്ന LDF കൺവീനറിന്റെ പ്രസ്താവനയാണ് കോൺഗ്രസിന്റെ ആയുധം. CPM നേതാക്കൾ ഇപ്പോൾ BJPയുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ LDF കൺവീനർ വന്ന് പറയുന്നത് BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. ഒരുപാട് പേര് 2ാം സ്ഥാനത്ത് വരും. BJPക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് CPM നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി ചർച്ചയാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ അജണ്ടയാണെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. BJP നേട്ടം കൈവരിക്കും, നേട്ടം ഉണ്ടാക്കും എന്ന് പ്രതിപക്ഷത്തിനും അറിയാം, കോൺഗ്രസിനറിയാം. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസും CPMും ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ അജണ്ടയാണ് ഈ പൗരത്വ നിയമം ചർച്ചയാക്കുക. 2019-ൽ 20-ൽ 19 സീറ്റും നേടിയ UDF ഇക്കുറി 20-ൽ 20 സീറ്റാണ് ലക്ഷ്യമിടുന്നത്. നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി.
400-ലധികം എന്ന BJPയുടെ ലക്ഷ്യം ഇക്കുറി ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ശ്രദ്ധേയമാക്കും. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ പ്രചാരണം ശക്തമായ കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 40 ദിവസമാണ്. വേനൽ ചൂടിലും പ്രചാരണം ശക്തമാക്കാനാണ് മുന്നണികളുടെ ശ്രമം. പൗരത്വ ഭേദഗതി നിയമവും സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. ഏപ്രിൽ 26-നാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ 4-ന്. 2019 തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 മണ്ഡലങ്ങളിലും UDF വിജയിച്ചു. ആലപ്പുഴ മാത്രമാണ് CPM-നൊപ്പം നിന്നത്. സിറ്റിംഗ് എംപിമാരെ പരിഗണിച്ചും രാഹുൽ ഗാന്ധി ഉയർത്തിയുമാകും കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രം. പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് ഡോക്ടർ ശശി തരൂർ. എല്ലാവർക്കും എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം? ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്. ജൂൺ 4-ാം തീയതി നമുക്ക് അറിയും എന്തായിരിക്കും, ആരായിരിക്കും ഭാരതത്തിനെ ഭരിക്കാൻ പോകുന്നത്. പൗരത്വ ഭേദഗതി നിയമം, BJPയുടെ വർഗീയ അജണ്ട, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം എന്നിവയാണ് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ CAA നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കേരളത്തിൽ മത്സരിക്കാനെത്തിയത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തുലച്ചെന്നും കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ ഭരണാനുകൂല തരംഗമുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPക്കൊന്നും ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത, ഇന്ത്യൻ പ്രധാനമന്ത്രി 10 സീറ്റ് കിട്ടും, 2 അക്ക നമ്പറിലേക്ക് കടക്കും എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ കടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാനാണ് BJPയുടെ ശ്രമം. 2 അക്കം കേരളത്തിൽ നിന്നുണ്ടാകുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. തൃശൂരും തിരുവനന്തപുരവുമാണ് BJP ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള കൂടുമാറ്റം അനുകൂലമാകുമെന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. പുതുതലമുറ ദേശം എന്ന് പറയുന്ന, രാജ്യം എന്ന് പറയുന്ന വിചാരത്തിലേക്ക്, ദേശം എങ്ങനെ പങ്കുചേരണം എന്ന് പറയുന്ന ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് പ്രധാനമന്ത്രി ആദ്യം സൂചിപ്പിച്ചത്. തരും എന്നാണ് ഉറച്ച വിശ്വാസം. SFIക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, അഴിമതി ആരോപണങ്ങൾ, സപ്ലൈകോ പ്രതിസന്ധി, മനുഷ്യ വന്യജീവി സംഘർഷം, ക്ഷേമ പെൻഷൻ മുടങ്ങൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാകും. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ തികഞ്ഞ വിജയപ്രതീക്ഷയുമായി NDA ഇന്ത്യ മുന്നണികൾ. BJPയും NDA മുന്നണിയും തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മുന്നണി 300-ലധികം സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താത്തതിന്റെ കാരണം വിശദീകരിക്കണമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. രാജ്യം ഉറ്റുനോക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണങ്ങളുമായി പാർട്ടികളും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP ഇതിനോടകം തന്നെ തയ്യാറെടുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. അടുത്ത 1000 വർഷത്തെ ഇന്ത്യയുടെ വികസന പ്രയാണത്തിനുള്ള മാർഗരേഖ തയ്യാറാക്കുന്ന കാലഘട്ടമായിരിക്കും വരുന്ന 5 വർഷമെന്നും നരേന്ദ്രമോദി കുറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉടൻ തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് MP മാണിക്യം ഠാക്കൂർ. सबको बराबरी का हक और अधिकार मिला है और उसको अधिकार मिला है कि अपने मत के माध्यम से अपना सरकार बनाने का अधिकार, ये स्वागत योग्य है और इससे बड़ा पवित्र कोई व्यवस्था हो नहीं सकती है. തെരഞ്ഞെടുപ്പ് യുവാക്കളുടെ തൊഴിലിനും സ്ത്രീ സുരക്ഷയ്ക്കും കർഷകർക്ക് താങ്ങുവിലയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് समाजवादी पार्टी MP डिम्पल यादव. समझती हूँ इस बार के चुनाव बहुत ही महत्वपूर्ण चुनाव है और मैं प्रदेश के सभी लोगों से कहूँगी कि बहुत सोच समझ के इस बार चुनाव अपना वोट डालें. തെരഞ്ഞെടുപ്പിൽ BJP 370 മുകളിൽ സീറ്റ് നേടുമെന്ന് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പ്രയാസം വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP നേതാക്കൾ. ഇന്ത്യ മുന്നണിയാകട്ടെ ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലും. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും. കോഴിക്കോട് ചെറുപ്പ പൊൻപാറക്കുന്നിൽ വീണ്ടും തീപിടുത്തം. മലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തീ പടർന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത് നേരത്തെ. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ഈ ഫയർഫോഴ്സിനൊക്കെ മലയുടെ മുകളിലായതിനാൽ എത്താൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതിസന്ധിയുണ്ട് എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് രാഹുൽ?
ടി.കെ. പൊൻപാറക്കുന്നിൽ ഒരാഴ്ചക്കിടെ ഉണ്ടാവുന്ന രണ്ടാമത്തെ തീപിടുത്തമാണ് ഇന്നത്തേത്. ഇന്ന് വൈകിട്ട് 7:30ഓടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം ചെറിയ പുല്ലുകൾക്കായിരുന്നു തീ പിടിച്ചത്. പക്ഷേ വലിയ രീതിയിലുള്ള കാറ്റ് ഈ പ്രദേശത്ത് ഉണ്ടായതിനാൽ തീ വേഗത്തിൽ ആളിപ്പടരുകയായിരുന്നു. പൊൻപാറക്കുന്നിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന് ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്തതാണ് ഇപ്പോഴും വെല്ലുവിളിയാകുന്നത്. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് ഈ മലയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഫയർഫോഴ്സ് അംഗങ്ങളും ഒപ്പം തന്നെ നാട്ടുകാരും തീ തല്ലിക്കെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ മലയുടെ താഴ്ഭാഗത്ത് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഇവിടേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും തീ നിയന്ത്രണ വിധേയമായത് ആശ്വാസകരമാണ്. അതോടൊപ്പം വൈകിട്ടുണ്ടായിരുന്ന അത്രയും വേഗത്തിലുള്ള ഒരു കാറ്റ് ഇപ്പോഴും വീശുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും തീ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ഈ പ്രദേശത്തെ മരങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ടി.കെ. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറം മഞ്ചേരി കിടങ്ങഴിയിൽ തീപിടുത്തം. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്ന ആക്രിസാധനങ്ങൾക്കാണ് തീപിടിച്ചത്. വൈദ്യുതി ലൈനിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ്? ശ്രീജിത്ത്, ഇന്ന് വൈകുന്നേരം 6:30 ഈ മഞ്ചേരി കിടങ്ങഴിയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിടുന്ന ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടതിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ പോകുന്നുണ്ട്. ഇതിൽ നിന്നുണ്ടായ സ്പാർക്കാണ് തീ പടരാനുണ്ടായ സാഹചര്യം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. മലപ്പുറം ഒപ്പം തന്നെ മഞ്ചേരി ഫയർഫോഴ്സിൽ നിന്നുള്ള യൂണിറ്റുകളെത്തിയാണ് നിലവിൽ തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കും ഇതേ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാവുകയും തുടർന്ന് മഞ്ചേരി ഫയർഫോഴ്സ് എത്തി തീ അണക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് 6:30 വീണ്ടും തീ ഉയരുന്ന ഒരു ഘട്ടമുണ്ടായി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഈ ആക്രി സാധനങ്ങളുടെ ഉടമ വ്യക്തമാക്കുന്നു. നിലവിൽ ഈ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ശ്രീജിത്ത്. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി വയ്യാർ റസ്തത്തിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം വേഗത്തിലാക്കാൻ റസ്തം പണം വാങ്ങി എന്ന പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. വിജിലൻസ് ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യനാണ് അന്വേഷണ ചുമതല. ആരോപണം റസ്തം നിഷേധിച്ചു. ഞാൻ ഈ കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് 2022 9 മാസമാണ്. 9 മാസം അവസാനമാണ്. ഈ പണം കൊടുത്തു എന്ന് പറയുന്നത് 2022 ആദ്യമോ ഈ 2000 അവസാനമാണ്. അന്ന് ഞാൻ ഈ കേസ് അന്വേഷിക്കണ പോലുമില്ല. ഇതിൽ ഈ പരാതിക്കാരനായ യാക്കൂബ് എന്നെ വിളിച്ചിട്ട് മോൺസന്റെ ഒരു പോക്സോ കേസിലെ വ്യക്തിമായ ഒരു പെൺകുട്ടിയുണ്ട്, അവരെ ധീരയായിട്ട് മൊഴിയെടുത്തിട്ടുണ്ട്, അപ്പോൾ അവരെ ഇവർക്ക് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് സഹായിക്കാൻ നിങ്ങളവരെ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ പറഞ്ഞു നേരിട്ട് ബന്ധപ്പെട്ടാൽ പോലീസിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ ചെയ്തു തരില്ല, നിങ്ങളും നേരിട്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നിയമപരമായി തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സ്റ്റാഫിൻ്റെ പറഞ്ഞിട്ട് സ്റ്റാഫ് മുഖാന്തരം ആ ഒരാളുടെ നമ്പർ കൊടുത്തു. അയാളാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അവരാ പണം നേരിട്ട് അയാൾക്ക് കൊടുക്കുകയും അയാൾ ഈ പെൺകുട്ടിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ യാക്കൂബാണോ ഷമീറാണോ ഓർമ്മയില്ല, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ആ പൈസ അയച്ചിട്ടുണ്ട്, കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറഞ്ഞു. ദാറ്റ് ഹാപ്പൻഡ് ഇൻ 2022 ആദ്യമോ 2022 ലാസ്റ്റിലോ ആണ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ പരാതിയിൽ വിജിലൻസിന്റെ അന്വേഷണം വരാൻ പോകുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ് വിഷ്ണു? ഇതൊരു പ്രാഥമിക അന്വേഷണമാണ്, സ്വാഭാവിക നടപടിയാണ്. ഷമീറും അതോടൊപ്പം യാക്കൂബും ഈ മോൺസൺ മാവുങ്കൽ പറ്റിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത 2 പേരാണ് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട റസ്റ്റത്തിനെതിരെയും പരാതി നൽകിയത്. ഈ കേസ് അന്വേഷണം വേഗത്തിലാക്കാൻ 1,25,000 രൂപ റസ്റ്റം തങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഓഡിയോ ക്ലിപ്പും പരാതിക്കാർ സമർപ്പിച്ചിരുന്നു. സ്വാഭാവികമായും വിജിലൻസിന് പരാതി ലഭിക്കുന്നു. വിജിലൻസിന്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിനാണ് നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ടോമി സെബാസ്റ്റ്യൻ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഈ പരാതിക്കാരായ 2 പേരോടും തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് റസ്റ്റത്തിന്റെ പ്രതികരണം. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. റോസ് അവന്യൂ കോടതിയിൽ നേരിട്ട് ഹാജരായാണ് അരവിന്ദ് കെജ്രിവാൾ ജാമ്യമെടുത്തത്. BRS നേതാവ് കെ കവിതയെ 7 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ആശ്വാസമായാണ് മജിസ്ട്രേറ്റ് കോടതി ഇടപെടലുണ്ടായത്.
15,000 രൂപയുടെ ബോണ്ടിന് പുറമെ 1 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലാണ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചത്. മജിസ്ട്രേറ്റ് കോടതി നടപടിക്കെതിരെ കെജ്രിവാൾ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല നടപടി ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തോട് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നാണ് ഇഡിയുടെ ആരോപണം. മദ്യനയ അഴിമതി കേസിൽ ഇഡി ഇന്നലെ അറസ്റ്റ് ചെയ്ത കെ കവിതയെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും റൌസ് അവന്യൂ കോടതി 7 ദിവസമാണ് അനുവദിച്ചത്. അറസ്റ്റ് നിയമവിരുദ്ധമെന്നും കോടതിയിൽ നേരിടുമെന്നുമാണ് കെ കവിത പ്രതികരിച്ചത്. മാർച്ച് 19-ന് കേസ് പരിഗണിക്കാനിരിക്കെ കവിതയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നുവെന്ന് കോടതി ഇഡിയോട് ചോദിച്ചു. ഇഡി സമൻസിനെതിരെ കവിത സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. 24 ഡൽഹി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര മുംബൈയിൽ സമാപിച്ചു. അംബേദ്കർ സ്മാരകമായ ചൈത്യഭൂമിയിലാണ് യാത്ര അവസാനിച്ചത്. നാളെ വൈകിട്ട് ഇന്ത്യ സഖ്യ നേതാക്കളെ അണിനിരത്തി മുംബൈയിലെ ശിവാജി പാർക്കിൽ വമ്പൻ റാലിയും നടത്തും. ദാദറിലെ ചൈത്യഭൂമിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. 15-ലേറെ സംസ്ഥാനങ്ങൾ താണ്ടി 6700-ലേറെ കിലോമീറ്ററുകൾ താണ്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്നിപ്പോൾ മുംബൈയിൽ പര്യവസാനിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ ചടങ്ങുകൾ തീർന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ അശോക് ഗെഹ്ലോട്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ അംബേദ്കറുടെ സ്മൃതി കുടീരമായ ചൈത്യഭൂമിയിലേക്ക് എത്തുകയാണ്. ചൈത്യഭൂമിയുടെ തുടക്കത്തിൽ ഉള്ള ഈ ദീപം അഖണ്ഡ ജ്യോതിയിൽ അദ്ദേഹം പുഷ്പങ്ങൾ അർപ്പിച്ചു. അതിനുശേഷം അംബേദ്കറിൻ്റെ സ്മൃതി കുടീരത്തിലേക്ക് പോയി അവിടെ പ്രാർത്ഥന നടത്തിയതിനു ശേഷം വീണ്ടും ഇവിടെ തിരികെ എത്തി. തുടർന്ന് നേതാക്കൾ എല്ലാവരും ചേർന്ന് ഭരണഘടനയുടെ ആമുഖം വായിച്ചു. പിന്നീട് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, വാദങ്ങൾ ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്ന ലേസർ ഷോയും ഇവിടെ വെച്ച് നടന്നു. അതിനുശേഷം ദേശീയ ഗാനം പാടിയതിനു ശേഷം അത് പിരികുകയും ചെയ്തു. ഇന്ന് ഏതായാലും വലിയ സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് മുംബൈയിൽ ലഭിച്ചു എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇന്നത്തെ ജാഥയ്ക്കൊക്കെ അപ്പുറത്തേക്ക് നാളെ നടക്കാൻ പോകുന്ന ശക്തി പ്രകടന റാലിയാണ് കോൺഗ്രസ് നേതാക്കൾ ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടന വേദിയായി നാളെ ശിവാജി പാർക്ക് മാറാൻ വേണ്ടി പോകുന്നു. വൈകിട്ടാണ് പരിപാടി. മുന്നണിയിലെ എല്ലാ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ CPM അടക്കമുള്ള ഇടതു പാർട്ടികൾ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കേരളത്തിലെ അടക്കം കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് അവർ ഒരുപക്ഷെ മത്സരിച്ചേക്കില്ല എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നത്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് KC വേണുഗോപാൽ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും പങ്കെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഏതായാലും ക്ഷണിക്കേണ്ട ബാധ്യത അത് ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് എന്നതാണ്. ഏതായാലും ഭാരത് ജോഡോ ന്യായ് യാത്ര പൂർത്തിയാകുന്നു. നാളത്തെ ശക്തി പ്രകടന റാലിയോടെ തെരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണ സജ്ജമായി ഒരുങ്ങി എന്നുള്ള ആഹ്വാനം നടത്താൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് ശ്രമിക്കുക. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാടി സഖ്യത്തിൽ സീറ്റ് ചർച്ചയിൽ തർക്കം തുടരുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സംസ്ഥാനത്തിന് ചുമതലയുള്ള രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാവ് ബാലാസാഹേബ് തൊറോട്ടും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലെ ശരത് പവാറിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. സഖ്യത്തിലേക്ക് എത്തുന്ന വംജിത് ബഹുജൻ അഘാഡിക്ക് നൽകേണ്ട സീറ്റുകളെ ചൊല്ലിയാണ് ചർച്ചകൾ തുടരുന്നത്. അതേസമയം 20 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടെങ്കിലും BJP സഖ്യത്തിലും സീറ്റ് ചർച്ച പൂർത്തിയായില്ല. വാർത്താമഴയിലേക്ക് വീണ്ടും. കോഴിക്കോട് പേരാമ്പ്രയിലെ അനൂപിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. അനൂപിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആഭരണങ്ങൾ കവരുന്നതിനിടെ കൊലപാതകം നടന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവ സമയത്ത് പ്രദേശത്തെത്തിയ ബൈക്ക് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൊച്ചാട് സ്വദേശി അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുട്ടൊപ്പം വെള്ളത്തിൽ അനു മുങ്ങി മരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കാണാനില്ലെന്നും കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണം കവരുന്നതിനിടെയുണ്ടായ ആക്രമണം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവ സമയം ചുവന്ന ബൈക്കിൽ പ്രദേശത്തെത്തിയ വ്യക്തിയുടെ ദൃശ്യങ്ങളും കാണാതായ സ്വർണ്ണാഭരണങ്ങളുടെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. 24 കോഴിക്കോട്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. കോഴയ്ക്ക് പിന്നിൽ സംഘടനാ നടപടി നേരിട്ട മുൻ SFI പ്രവർത്തകനെന്ന് കാണിച്ച് SFI കേന്ദ്ര കമ്മിറ്റി അംഗം CPM നേതൃത്വത്തിന് പരാതി നൽകി. മർദ്ദന പരാതി അന്വേഷിക്കാൻ കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തി. കലോത്സവ കോഴയ്ക്ക് പിന്നിൽ SFI ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഇടയിലുള്ള ചേരിപ്പോരാണെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. ഇത് സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോഴയാരോപണത്തിന് പിന്നിൽ മുൻ SFI പ്രവർത്തകനാണെന്നാണ് ആരോപണം.
തെളിവുകൾ സഹിതം SFI കേന്ദ്ര കമ്മിറ്റി അംഗം CPM നേതൃത്വത്തിന് പരാതി നൽകി. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിന്നാൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റിയും കോഴ വിവാദം ചർച്ച ചെയ്തിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇതു സംബന്ധിച്ച് വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. കോഴ വിവാദത്തിൽ SFIക്കെതിരെ കോൺഗ്രസ് വിമർശനം തുടരുന്നതിനിടെയാണ് ചേരിപ്പോര് മറനീക്കി പുറത്തുവരുന്നത്. CPM നേതൃത്വത്തിന് പരാതി ലഭിച്ചതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് പ്രതികരണമെങ്കിലും വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ് SFI സംസ്ഥാന നേതൃത്വം. ആത്മഹത്യ ചെയ്ത വിധികർത്താവ് PN ഷാജിക്കും നൃത്ത പരിശീലകർക്കും മർദ്ദനമേറ്റെന്ന പരാതിയിൽ അന്വേഷണം നടത്തുന്ന കണ്ണൂരിലെ പോലീസ് സംഘം തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് അന്വേഷണം. 24 തിരുവനന്തപുരം. സാഹിത്യ അക്കാദമിക്കെതിരെ വിമർശനം തുടർന്ന് ശ്രീകുമാരൻ തമ്പി. പുരസ്കാര നിർണയത്തിൽ പലതവണ അട്ടിമറി നടന്നു എന്നാണ് വിമർശനം. തനിക്ക് തരാൻ ഉദ്ദേശിച്ച അവാർഡ് പെരുമ്പടവം ശ്രീധരന് നൽകി. സാഹിത്യ അക്കാദമി അവാർഡ് ഇനി നൽകിയാലും സ്വീകരിക്കില്ല എന്നും ശ്രീകുമാരൻ തമ്പി 24-നോട് പറഞ്ഞു. പുരസ്കാര നിർണയത്തിൽ സാഹിത്യ അക്കാദമി തഴഞ്ഞെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. തനിക്ക് തരാതെ പെരുമ്പടവം ശ്രീധരൻ അവാർഡ് നൽകിയത് കോൺഗ്രസ് അനുഭാവിയായ പെരുമ്പടവം ഇടത് അനുഭാവിയായതിനുള്ള പ്രതിഫലമായെന്ന് ശ്രീകുമാരൻ തമ്പി. ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പിന്നാലെ ഞാൻ പോയിട്ടില്ല. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ സാഹിത്യ അക്കാദമി അവാർഡ് എന്നാലും ഞാൻ വാങ്ങുകയില്ലെന്നാണ് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കഴിവിൻ്റെ അളവ് പോലല്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി ഒന്നാ വാങ്ങും. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇന്ത്യയിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട അവാർഡാണ്. പെരുമ്പടവം ശ്രീധരൻ UDF ഭരിച്ച കാലത്ത്, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായിരുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അന്ന് പെട്ടെന്ന് അദ്ദേഹം മാർക്സിസ്റ്റാനായിട്ട് മാറി. വൈശാഖൻ പിന്നെ പെരുമ്പടവം ശ്രീധരന് സേതുവിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഫെലോഷിപ്പ് ശ്രീകുമാരൻ തമ്പിക്ക് സേതുവിനും തരാൻ ആലോചിച്ചത് അവസാനം വന്നപ്പോൾ അത് പെരുമ്പടവം ശ്രീധരനും സേതുവിനുമായി. ഇത് സാഹിത്യ അക്കാദമിയിൽ അംഗമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, കള്ളതല്ല. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇനി സ്വീകരിക്കില്ലെന്നും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകിയാൽ സ്വീകരിക്കുമെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. പുരസ്കാരത്തിനായി ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ലെന്നും ഇനി പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. AV ജയശങ്കർ, 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BDJS സ്ഥാനാർത്ഥികളായി കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. ഇടുക്കിയിൽ BDJS സംസ്ഥാന സെക്രട്ടറി സംഗീത വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി. നേരത്തെ മാവേലിക്കരയിലെയും ചാലക്കുടിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് BDJS സംസ്ഥാന എക്സിക്യൂട്ടീവാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. തുടർന്ന് കോട്ടയത്ത് വെച്ച് തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തുഷാർ തന്നെയാണ് കോട്ടയത്ത് മത്സരിക്കുക. BJP നേതൃത്വവും മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് തുഷാർ പറയുന്നത്. പിന്നെ എന്റെ ഡിക്ലറേഷൻ നിങ്ങൾ ഇന്നലെ, യഥാർത്ഥത്തിൽ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ടു മുമ്പ് ഇന്ന് വൈകുന്നേരം ചെയ്യാമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന വേദി വെച്ചിട്ട് സുരേന്ദ്രൻജി എന്റെ അത് പറഞ്ഞതുകൊണ്ട് രാവിലെ പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇടുക്കി സീറ്റിലാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പലരുടെയും പേരുകൾ ചർച്ചയിൽ വന്നുവെങ്കിലും ഒരു വനിതയ്ക്ക് അവസരം നൽകുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി കൂടിയായ സംഗീത വിശ്വനാഥനാണ് ഇടുക്കിയിൽ മത്സരിക്കുക. BDJS എന്ന പ്രസ്ഥാനത്തിൽ, NDA എന്ന പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ മാവേലിക്കരയിൽ ബൈജു കലാശാലയെയും ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. റബ്ബർ വില അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാകും BDJS വോട്ട് തേടുക. തുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്ത് മത്സരത്തിനിറങ്ങുമ്പോൾ PC ജോർജിന്റെ നിലപാടുകളാണ് BDJSന് ആശങ്ക. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ BJP നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.